എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ അത് രാവിലെ 4 മണിയായി കേട്ടോ. ഞാൻ പതുക്കെ എൻ്റെ ട്രാക്കിലേക്ക് ഇങ്ങനെ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫീവറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷായി എൻ്റെ മെഡിറ്റേഷൻ ചെയ്യും, വിളക്ക് വയ്ക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു സമയത്തൊരു പ്രത്യേക രീതിയിലുള്ളൊരു സമാധാനം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രാക്കിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രോബ്ലംസൊക്കെ വരും. പക്ഷേ അത് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി വ്യത്യാസപ്പെടും. നമ്മൾ ഈ ട്രാക്കിൽ പോകുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം നന്നായിട്ടുണ്ടാവും. ഒന്നും ഒരു വിഷയമല്ല എന്നുള്ളൊരു ഫീൽ വരും. പക്ഷെ അതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ആകെ ഒരു സമാധാനക്കേടും ഇറിറ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെയാണ് കേട്ടോ. നമുക്കത് ശരിക്കും റിയലൈസ് ചെയ്ത് അനുഭവിക്കാൻ തന്നെ പറ്റും. അപ്പോൾ എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഈ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയമാക്കി അതിനെ മാറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ടു റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും. നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചിട്ട് ആ ബുക്കിൽ നിങ്ങളുടെ 100 ഗോൾസ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടാൻ ആഗ്രഹിക്കുന്ന 100 കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങളും അതിനകത്ത് എഴുതണം കേട്ടോ. ഒരു ക്രീം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതുക, ഒരു പേന വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതുക, ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാനാണെങ്കിൽ അത്, അങ്ങനെ എവറിത്തിങ് നിങ്ങൾ ആ ഒരു ബുക്കിൽ എഴുതി വെക്കണം. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തോന്നുമല്ലോ എനിക്കിത് വേണം. അപ്പം മറക്കുന്ന കാര്യങ്ങളും എല്ലാം അതിലേക്ക് എഴുതി ചേർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുക്കാണ് ഇക്കിഗൈ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് കാണിച്ചു തരുന്നൊരു ബുക്കാണ് കേട്ടോ. ഞാനത് വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ബുക്കും ഞാൻ വായിച്ചിരുന്നു. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർത്തു കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഒരു ബുക്കുണ്ട്. വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആ ഒരു ബുക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതായത് സെൽഫ് ലവ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്തിൻ്റെയെങ്കിലുമൊക്കെ പുറകെ നമ്മളെ ഓക്കെ ആക്കാനും നമ്മളെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമെന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ കുഴികളിൽ പോയി ചാടും. സോ എന്നെ രക്ഷിക്കാൻ എനിക്കേ കഴിയുള്ളൂ എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കി തരുന്ന ഒരു നോവലാണിത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഇത് വായിച്ചിരിക്കേണ്ട ഒന്നാണെന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു വൈബ്രേഷൻ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. കുറച്ച് നാൾ ചെയ്തിട്ട് പിന്നെ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കയറി വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ഒരേ രീതിയിൽ പോകാനൊന്നും പറ്റില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും കൈ കൊണ്ട് തരത്തില്ല. നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കുന്നത് ഒഴിവാക്കുക. ചില ആളുകളുണ്ട്, പലയിടത്തും ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീടുകളിൽ പോയിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. 2-3 മണിക്കൂറുകളായിരിക്കും അവിടെ വേസ്റ്റ് ആക്കുന്നത്. ആൾക്കാരുടെ മിണ്ടണ്ട എന്നൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ അയൽപ്പക്കത്ത് പോയിരുന്ന് മണിക്കൂറുകളോളം പോയിരുന്ന് എല്ലാവരുടെയും കുറ്റവും പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് ആ നെഗറ്റീവ് മുഴുവൻ സ്വീകരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലുള്ളവർക്കും കൊടുത്ത് വീട്ടിലും മൊത്തം സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് അത്ര നല്ല കാര്യമല്ല. നമുക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുകയുള്ളൂ. ആ നെഗറ്റിവിറ്റി അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. ആളോട് സംസാരിക്കണം, പക്ഷേ ഒരു ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കണ്ണിൽ കാണുന്ന എല്ലാ ചവറുകളും എല്ലാ ദൂഷണങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വായ ശുദ്ധമായിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് ഓക്കെ ആയി ഇരിക്കാനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ ഹാപ്പി ഇരുന്നാലും നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ മക്കൾ, ഹസ്ബൻഡ് എല്ലാവരെയും ഹാപ്പി ആക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ജീവിതത്തിലൊരു ഉയർച്ചയാണ് വേണ്ടത്. നമ്മൾ കീഴോട്ട് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുത്.